നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുലർച്ചെ 3 മണിക്ക് പെപ് ഗാർഡിയോള തൻ്റെ റൂമിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ക്ഷണിച്ചു. നെയ്മർ ജൂനിയർ തുറന്നു പറയുകയാണ്. പോൾപക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ആ നീക്കം അന്ന് നടന്നിരുന്നെങ്കിൽ ബയൺ മ്യൂണിക്കിലേക്കാണ് ആ കാലത്ത് അദ്ദേഹത്തെ പെപ് ഗാർഡിയോള ക്ഷണിച്ചത്. പക്ഷേ നെയ്മർ പോയില്ല. നെയ്മർ ബാഴ്സലോണയിലേക്കാണ് നീങ്ങിയത്. ആ സംഭവം ഇപ്പോൾ നെയ്മർ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ബയൺ മ്യൂണിക്കിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു. കാരണം പെപ് ഗാർഡിയോള. സ്വിറ്റ്സർലൻഡിൽ ഞാൻ പുഷ്കാസ് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി പോയതായിരുന്നു. അന്ന് ഒരു പുലർച്ചെ 2 മണിയൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ പിതാവ് എന്നെ വിളിച്ചു. എന്നിട്ട് റൂം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ റൂമിൽ ടീഷർട്ടൊക്കെ അണിഞ്ഞ് രാത്രി ധരിക്കാറുള്ള വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണ്. സഡൻലി എൻ്റെ ഫാദർ ഗാർഡിയോളയെയും കൂട്ടിയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ട്രാൻസ്ലേറ്ററും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നെ ഞാൻ പരിശീലിപ്പിക്കാൻ പോകുന്ന ടീമിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. നീ അവിടെ മികച്ച പ്രകടനം നടത്തും. ഞാൻ നിന്നെ ലോകത്തെ ബെസ്റ്റാക്കി മാറ്റും. നിനക്ക് അവിടെ നന്നായിട്ട് കളിക്കാൻ പറ്റും. യു വിൽ ഡു ദിസ്, യു വിൽ ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നീ ഒരു സീസണിൽ 60 ഗോളുകൾ അടിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റും എന്നും അന്ന് പെപ് ഗാർഡിയോള പറയുകയുണ്ടായി. ഇതൊക്കെ സംഭവിക്കുന്നത് എൻ്റെ പിതാവ് എന്നെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. രാവിലെ പുലർച്ചെ 3 മണിക്കാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ എന്നിട്ട് ഗാർഡിയോള ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയുണ്ടായി. ഗാർഡിയോള ഇപ്പോൾ എൻ്റെ റൂമിൽ രാവിലെ പുലർച്ചെ 3 മണിക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ഞാൻ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, പക്ഷേ ഏത് ടീമിലേക്കാണ് നിങ്ങൾ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കത് നിന്നോട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്ലീസ് ടെൽ മീ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ബയേണിൽ സൈൻ ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം ആ സിറ്റി വളരെ കോൾഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് എന്നുള്ളത്. മാഡ്രിഡിൽ നിന്നോ ബാഴ്സലോണയിൽ നിന്നോ ഒക്കെ ഡിഫറൻ്റ് ആണ് എന്ന്. പക്ഷേ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ നിന്നെ അവിടെ നന്നായിട്ട് സംരക്ഷിക്കും. ഞാൻ നിന്നെ ലോകത്തെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റും എന്ന് അന്ന് എന്നോട് പെപ്പ് പറഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചു, ഒടുവിൽ ഞാൻ ബാഴ്സലോണയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ബയേണിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നെയ്മർ ജൂനിയർ വെളിപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. പെപ്പിൻ്റെ കീഴിൽ പെപ്പിൻ്റെ പ്രിയപ്പെട്ട താരമായിട്ട് നെയ്മർ ജൂനിയർ കളിക്കുന്നത്. അത് പെപ്പ് ഒരിക്കൽ കൂടി പിന്നീട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് ബാഴ്സലോണ വിട്ട് PSG നെയ്മർ പോയ ഘട്ടത്തിൽ നെയ്മർ ബാഴ്സ വിടുമെന്ന് എന്നറിയുമായിരുന്നെങ്കിൽ, എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവന്നേനെ, സിറ്റിയിലേക്ക് കൊണ്ടുവന്നേനെ എന്ന്. അത്രയധികം പെപ്പ് നെയ്മർ ഇഷ്ടപ്പെടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.